ശാസിതാവ്, ശാസ്താവ്, ശാസ്ത്രം, അപ്പൊ ഇതെല്ലാം ഒന്നാണോ? ശാസിതാവ് എന്ന് പറയുന്നത് അത് ശിക്ഷിക്കുന്നവനാണ്, ശാസിക്കുന്നവൻ ശാസിതാവ്. ശാസ്താവ് രക്ഷിക്കുന്നവൻ, രണ്ടും രണ്ടാണ്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന ശാസ്ത്രം, ശസ്ത്രത്തിന് വേണ്ടിയിട്ടുള്ള, ശസ്ത്രത്തിന് വേണ്ടിയിട്ടുള്ള, ആയുധത്തിന് വേണ്ടിയിട്ടല്ല, ഭാരതം ലോകത്തിന് മുന്നിൽ വെച്ചിരുന്ന വേദകാലത്ത് വെച്ചിരുന്ന ലോകത്തെ അതിശയിപ്പിക്കുന്ന ദർശനം. അത് ശസ്ത്രത്തിന് വേണ്ടിയിട്ടാണ്, സ്വസ്തിക്ക് വേണ്ടിയിട്ട്. അത് ആയുർവേദ ബന്ധത്തിലാണോ? ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട്? അതെ, തീർച്ചയായിട്ടും. ശസ്ത്രം ആയുർവേദം എന്ന് പറയുമ്പോൾ പ്രകൃതി ശാസ്ത്രവും തന്നെ വേണേ പറയാവോ? ആയുർവേദം പ്രകൃതിയുടെ ശാസ്ത്രമാണ്, ആയുസിന്റെ ശാസ്ത്രമാണ്. എങ്ങനെയാണ് നമ്മൾ മനുഷ്യന് ഗ്യാരണ്ടി ആയിരിക്കുന്ന ബീജശക്തി നൽകുന്ന ഗ്യാരണ്ടി പീരീഡ് ഒപ്പം നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്, അത് നമുക്ക് ശസ്ത്രത്തെ ഏകുന്നത്, സ്വസ്തിയെ ഏകുന്നത്, സമാധാനത്തെ ഏകുന്നത്, ആ ആയുസിൻ്റെ എങ്ങനെ ആ പൂർണ്ണ ആയുസിൻ്റെ കാലം നമുക്ക് സുഖകരമായിട്ട് ഇവിടെ ഈ പ്രപഞ്ചത്തെ അറിഞ്ഞ് അനുഭവിച്ച് ജീവിക്കാം സുഖത്തോടു കൂടി. അങ്ങനെ പറയുമ്പോൾ ആയുർവേദം പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടതാണ്, പ്രകൃതിയുടെ ശാസ്ത്രമാണെന്ന് പറയുമ്പോൾ ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു ഘടകമുണ്ടല്ലോ, തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. അത് ഏത് ഘടകം? ആയുസ്സിനെ നിയന്ത്രിക്കുന്നതും പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട, നമ്മളിപ്പോൾ ഉണരുന്നത് പ്രകൃതി ഉണരുമ്പോൾ ഉണരണം, പ്രകൃതി ഉറങ്ങുമ്പോൾ ഉറങ്ങണം എന്നൊക്കെ പറയുമ്പോൾ ആ ഉണരുകയും ചെയ്യുന്നതിനെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം, നിയന്ത്രിതാവ് എന്ന് പറയുന്ന ഒരു സംഭവം കാണാം. അങ്ങനെ ഒരു ഏകമായിട്ടൊരു നിയന്ത്രിതാവ് ഉണ്ടോ? ഉണ്ട്. അതാരാ? അതാണ് അത് ഈ പ്രപഞ്ചത്തിന്റെ 6 ഭാവങ്ങളുണ്ട്. ആ എനർജിക്ക് 6 മുഖങ്ങളുണ്ട്. ഷൺമുഖ ഭാവം എന്ന് പറയും. ആ ഷൺമുഖ ഭാവത്തു നിന്നാണ് ഷഡ് ഋതുക്കൾ. 6 മുഖങ്ങളിൽ നിന്ന് 6 ഋതുക്കൾ ജനിക്കും എല്ലാ ദിവസവും. ആ 6 ഋതുക്കളിൽ നിന്ന് 6 ഷഡ്ഭാവങ്ങൾ ജനിക്കും. ജനനം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം എന്ന് പറയുന്ന ഷഡ്ഭാവങ്ങളെ ജനിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്ന ഷഡ് ഋതുക്കൾ ഒരു ദിവസം മിന്നിമറയുന്ന ഋതുഭാവങ്ങളാകുന്നു. ഏറ്റവും വേഗത്തിൽ മിന്നിമറയുന്ന വിശേഷേണ ദൈവത്തെ നൽകുന്ന ആ കാരണശക്തിയായിരിക്കുന്ന 6 മുഖങ്ങളാണ് പ്രപഞ്ചത്തിന്റെ ദേവതാമുഖങ്ങൾ. ആ ദേവതാമുഖങ്ങളെ ഉണർത്തുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ, അതാണല്ലോ സൂര്യൻ നമ്മൾ വിചാരിക്കേണ്ടി വരുന്നത്. ആ സൂര്യനാണോ ഇതിന്റെ നിയന്ത്രിതാവ്? ഭൂമിയുടെ, അതായത് ശിവന്റെ അർദ്ധനാരീശ്വരനായിരിക്കുന്ന ഈ ഭൂമിയുടെ ആനന്ദ നടനമാണ്. സൂര്യന് ചുറ്റുമുള്ള ആനന്ദ നടനം 6 ഭാവങ്ങളെ സൃഷ്ടിക്കുന്നുണ്ട്, 6 എനർജിയെ സൃഷ്ടിക്കുന്നുണ്ട്. അത് ആരോഹണത്തിൻ്റെ അവരോഹണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുമ്പോൾ സൂര്യന് ഈ ശിവഭഗവാന്റെ, അതായത് ഭൂമിയുടെ അർദ്ധനാരീശ്വരനായിരിക്കുന്ന ഈ ജീവധരനായിരിക്കുന്ന ഭൂമിയുടെ ആനന്ദ നടനത്താൽ സൂര്യന് 12 ഭാവം, 12 ഭാവങ്ങൾ. അത് ഒരു ഭാവം ആരോഹണമാണെങ്കിൽ അടുത്ത ഭാവം അവരോഹണമാണ്. അങ്ങനെ 6 ഭാവങ്ങൾ ഈ സൗരോർജത്താൽ സംഭവിക്കുന്നുണ്ട്. ആ 24ആണോ നമ്മുടെ അശോക ചക്രം എന്ന് പറയുന്നത്? 24ആണ് ആ അശോക ചക്രത്തിന് കാരണമായിരിക്കുന്ന വസ്തുത സൗരോർജമാണ്. പക്ഷെ അത് ഡയറക്റ്റ് ഈ ഭൂമിയുടെ ആ ഭ്രമണം കൊണ്ടല്ല, സഞ്ചാരം കൊണ്ടല്ല സാധ്യമാകുന്നത്. അത് ചന്ദ്രന്റെ ഭ്രമണം കൊണ്ടാണ് ഈ അശോക ചക്രം സാധ്യമാകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ അശോക ചക്രം ശോകത്തെ മറയ്ക്കുന്നതെന്ന് ചന്ദ്രനായതുകൊണ്ടാണ്. അതെ, ചന്ദ്രനായതുകൊണ്ടാണ്. ചന്ദ്രന്റെ 12 വെളുത്ത കാല്, 12 കറുത്ത കാല്. അപ്പൊ ശാസ്ത്രകാരന്മാരോ ഋഷിമാരോ ആണോ ഈ നമ്മുടെ അശോക ചക്രത്തെ വിഭാവനം ചെയ്തത്? തീർച്ചയായിട്ടും. മനുഷ്യന് ജന്തുലോകമാണ് മനുഷ്യൻ. ആ മാതൃലോകത്തിന് ശോകത്തെ നൽകുന്നതാണ് അമാവാസിയുടെ കറുത്ത കാലുകളെങ്കിൽ ചന്ദ്രൻ വീശുന്നത് 2 പക്ഷം കൊണ്ടാണ്, കറുത്ത പക്ഷവും വെളുത്ത പക്ഷവും. 2 ചിറകുകൾ കൊണ്ടാണ് സസ്യലോകത്തെയും ജന്തുലോകത്തെയും ഒരുപോലെ വീശി സഞ്ചരിക്കുന്നത് ചന്ദ്രൻ, പിന്നിലാവും മുന്നിലാവും. അപ്പോൾ വെളുത്ത പക്ഷം സസ്യലോകത്തിന് വേണ്ടി വീശുമ്പോൾ കറുത്ത പക്ഷം മാതൃലോകത്തിന്, ജന്തുലോകത്തിന് വേണ്ടിയാണ് വീശുന്നത്. ഒരു കുഞ്ഞു കാര്യത്തിനിടയ്ക്ക് ഈ നമ്മൾ സ്കൂളുകളിൽ പഠിച്ചപ്പോഴേ അശോക ചക്രവർത്തിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതും നമ്മുടെ അശോക ചക്രമായിട്ട് ഒരു ബന്ധവുമില്ലല്ലോ. ഒരു ബന്ധവുമില്ല, ചരിത്രപരമായിട്ട് ഒരു ബന്ധവുമില്ല, ഒരിക്കലുമില്ല. ശാസ്ത്രത്തിന്റെ ഭാഗത്തും ഇല്ല. ഇല്ലില്ല. അപ്പൊ നമ്മൾ പഠിച്ചത് ആവശ്യമില്ലാത്തതാണ്. തെറ്റായിട്ടുള്ള മെസ്സേജുകളാണ് നമ്മൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. ഈ തെറ്റായിട്ടുള്ള മെസ്സേജ് വരാൻ തുടങ്ങിയിട്ട് എത്ര കാലഘട്ടമായി കാണും? അത് ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ തുടങ്ങി.
നമുക്കറിയാവുന്നത്. കാരണം നമ്മളുടെ സിലബസ് നമ്മൾ ബോധപൂർവം മറച്ചു വെച്ചിരിക്കുകയാണ്. ആ സിലബസ് നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. അത് മറക്കപ്പെടാനുള്ള കാരണം ഞാൻ പറഞ്ഞില്ലേ, ആയുർവേദം എങ്ങനെ ആട്ടി ഓടിക്കപ്പെടുന്നു ഈ നാട്ടിൽ നിന്ന്. ആയുർവേദം ഒരു വേദമല്ല, ഇതൊരു ചികിത്സാ സമ്പ്രദായമല്ല, ഇത് അപരിഷ്കൃതമാണ്. അല്ല, അപ്പൊ അതിനെ ആ ഹിസ്റ്ററിയെ മായ്ക്കാൻ ഒരു ശക്തി പിന്നിലുണ്ടാവുമല്ലോ. ആ ശക്തി എവിടെ നിന്ന് വന്നതാ? അത് ഇവിടുത്തെ നമ്മളുടെ ജീവിത രീതിയെ തകർക്കുന്നത് എന്താണ്? നാസ്തികത്വമാണ്. നാസ്തികത്വത്തിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. അതായത് ആസ്തികത്വത്തെ ജനിപ്പിക്കുന്നതാണ് നാസ്തികത്വം. ആ ആസ്തികത്വം ആണ് ലോകത്തിന് സമാധാനത്തേക്കുന്നത്. ഭാരതം ആസ്തികത്വത്തിലുമല്ല നാസ്തികത്വത്തിലുമല്ല നിൽക്കുന്നത്, സാത്വികത്വത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ ഈ നാസ്തികത്വത്തിന് ഈ മൃഗങ്ങളെ മനസ്സ് മാറ്റാൻ പറ്റിയിട്ടില്ല, മനുഷ്യന്റെ മനസ്സ് മാത്രമേ മാറ്റാൻ പറ്റിയിട്ടുള്ളൂ. ഈ നാസ്തികവാദത്തിന് മൃഗങ്ങളിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. മനുഷ്യന്റെ നുണ പറയാനുള്ള കഴിവുകളെ വർദ്ധിപ്പിച്ചു എന്നല്ലാണ്ട് നാസ്തികവാദം കൊണ്ടുണ്ടായ ഗുണം അതാണ്. നമ്മുടെ പക്ഷെ നാസ്തികവാദികൾ അറിയേണ്ടത് നാസ്തികത്വമായിരുന്നു നമ്മളുടെ അസ്തിത്വം, അറിവിന്റെ അസ്തിത്വം. എന്ത് വിമർശിച്ചാലും എന്ത് അവിശ്വസിച്ചാലും അതിനകത്ത് ഒരു ശാസ്ത്രത്തിന്റെ പിൻബലം അവര് കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. നാസ്തികത്വം നിൽക്കുന്നത് പഠിക്കാതെ വിമർശിക്കുക, അല്ലെങ്കിൽ വിമർശിക്കാൻ വേണ്ടി പഠിക്കുക, അറിയാൻ വേണ്ടി പഠിക്കുന്ന ഒരു സമൂഹത്തെ ഇവിടെ നിന്ന് മായ്ച്ചിരിക്കുന്നു, മാഞ്ഞിരിക്കുന്നു. വീണ്ടും ആയുർവേദം ഒരു ജീവിതചര്യയാണ്. അപ്പം നമ്മൾ പറഞ്ഞത് ചന്ദ്രൻ 2 പക്ഷം കൊണ്ട് വീശുമ്പോൾ അത് വെളുത്ത പക്ഷം സസ്യലോകത്തിൻ്റെതാണ്, കറുത്ത പക്ഷം ജന്തുലോകത്തിൻ്റെതാണ്. കറുത്ത പക്ഷം ജന്തുലോകത്തിന് വേണ്ടിയാണ് വീശുന്നതെങ്കിലും ജന്തുലോകത്തിന് ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുന്നതാണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പക്ഷം എന്ന് പറയുമ്പോൾ 15 ദിവസം. 15 ദിവസം. നമ്മൾ ഈ ഞാറ്റുവേലൊക്കെ പറയുന്ന പക്ഷം കൂടുന്നത് ഒരു മാസം. മാസക്കാരാണ്. പക്ഷം എന്ന് പറയുന്ന ഒരു വശമല്ല. അല്ല, ഇന്നിപ്പം പക്ഷം ഉണ്ടല്ലോ, ഇടതുപക്ഷവും വലതുപക്ഷവും, ഇത് രണ്ടും അല്ല. അല്ല, ചന്ദ്രപക്ഷമാണ്. ഈ ചന്ദ്രപക്ഷം കൊണ്ട് ചന്ദ്രപക്ഷം എന്ന് പറയുമ്പോൾ ചന്ദ്രന്റെ മനസ്സെന്നൊരു മനസ്സിന് കാരണം ചന്ദ്രനാണ്. നമ്മുടെ സൗന്ദര്യത്തിന് കാരണം, ചന്ദ്രത്തിന് കാരണം ചന്ദ്രനാണ്. സർവ്വജീവലോകത്തിന്റെയും ചന്തം ചന്ദ്രന്റേതാണ്. അപ്പോ ചന്ദ്രനെ കുറിച്ച് കൂടുതൽ നല്ല പാട്ടുകളുള്ളത്. അതെ, ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന് പറയുന്നത്. ചന്ദ്രകലാധരൻ. ശിവന്റെ സൗന്ദര്യം ചന്ദ്രകലയാണ്. ഭൂമിയുടെ സൗന്ദര്യത്തിന്റെ യഥാർത്ഥ കാരണക്കാരൻ സൂര്യനല്ല. സൂര്യൻ റോളില്ലേ? സൂര്യൻ പിതൃസ്ഥാനത്താണ്. പക്ഷെ അവിടെ നിയന്ത്രിതാവ് ചന്ദ്രനാണ്. സൗന്ദര്യം നൽകുന്നത് മാതൃഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അത് ശരി. പിതൃഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് പ്രപഞ്ചത്തിൽ. അപ്പൊ ചന്ദ്രന് നമുക്ക് ഭൂമിയുടെ അത്രയും വേണ്ടപ്പെട്ട ആളാണ് ചന്ദ്രൻ അല്ലേ? അതെ, ഭൂമിയുടെ ഈ ജീവനെ സംരക്ഷിക്കുന്നതിന് 27 നക്ഷത്രങ്ങളെയും ഭൂമിയിൽ ക്ഷണിക്കുന്നത്. അതായത് നക്ഷത്രം എന്ന് പറയുന്നത് ഭൂമിയിലേക്ക് ജീവനെ ക്ഷയിക്കാതെ ക്ഷണികത്വത്തിൽ നിന്നും രക്ഷിക്കുന്നത്, ഭൂമിയിലേക്ക് ജീവനെ ക്ഷണിക്കുന്നത് നക്ഷത്രമാണ്. അത് ചന്ദ്രൻ പതിഭാവത്തിൽ നിൽക്കുന്നുണ്ട്. പത്നിഭാവത്തിൽ 27 നക്ഷത്രങ്ങളെയും ഭൂമിയിൽ ജീവന് കാരണമായിരിക്കുന്ന ശക്തിയായിട്ട് സ്വാധീനിക്കുന്നത് ചന്ദ്രനാണ്. അപ്പൊ സൂര്യനേക്കാൾ പ്രകൃതിയെ ഉണർത്തുന്നതും ഉറക്കുന്നതും ചന്ദ്രനല്ലേ? 2ാം സ്ഥാനക്കാരനാണ് ജീവന്റെ. 2ാം സ്ഥാനക്കാരൻ. അതെ, 1 സൂര്യനെ 2 സംഖ്യ ചന്ദ്രനെയും സൂചിപ്പിക്കുന്നു. 3ാം സ്ഥാനക്കാരൻ വ്യാഴമാണ്. അപ്പൊ ഈ ചന്ദ്രന്റെ പത്നിഭാവത്തിലാണ് 27 നക്ഷത്രങ്ങൾ ഭൂമിയിൽ ജീവന് കാരണമാകുന്നത്. കോടാനുകോടി അകലെ നിൽക്കുന്ന നക്ഷത്രങ്ങളാണ്. ആ നക്ഷത്രങ്ങളെ ഭൂമിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്, ജീവന് കാരണമായിരിക്കുന്ന വൈഭവമായിട്ട് ഈ ഭൂമിയിലേക്ക് ക്ഷണിക്കുന്നത് ചന്ദ്രനാണ്. ഇതെല്ലാത്തിന്റെയും കൺട്രോളർ, ജീവന്റെ കൺട്രോളർ എന്ന് പറഞ്ഞാൽ ജീവനെ കാമത്തിന് കാന്തമേക്കുന്നത്, കാന്തമായിരിക്കുന്നത് നീലകാന്തം, ചന്ദ്രകാന്തം എന്ന് പറയുന്നത് ഈ നീലഗോളമായിരിക്കുന്ന ഭൂമിയിലെ സകല കാമത്തിനും കാന്തനായിരിക്കുന്നത് ചന്ദ്രകാന്തമാണ്. അപ്പോൾ ആ ചന്ദ്രനാണ് ജീവനെ ജനിപ്പിക്കുന്നത്. ചന്ദ്രപക്ഷത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രപഞ്ചം മുന്നോട്ട് പോകുന്നത്, ജീവപ്രപഞ്ചം. 2ാം സ്ഥാനക്കാരനാണ്. ജീവന് കാരണം അഗ്നിയാണ്. അഗ്നി സൂര്യനാണ്. ചന്ദ്രകലാധരൻ ഭൂമിയെ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഈ ചന്ദ്രന്റെ വെളുത്ത പക്ഷം സസ്യലോകത്തിന് വേണ്ടിയും കറുത്ത പക്ഷം ജന്തുലോകത്തിന് വേണ്ടിയുമാണ്. കറുത്ത പക്ഷം ജീവനെ ദുർഘടപ്പെടുത്തുന്നതും വിഷമിപ്പിക്കുന്നതാണ്. എന്നുവെച്ചാൽ ജന്തുലോകത്തിന് വേണ്ടിയിട്ടാണ് കറുത്ത പക്ഷമെങ്കിലും പൊതുവെ
ജന്തുലോകത്തിന് അസ്വസ്ഥത രൂപപ്പെടാൻ കാരണമാവും. വളർച്ചയുടെ കാലഘട്ടമാണ്, പക്ഷെ അത് രോഗത്തിനെ കൂട്ടുവാൻ സഹായിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സസ്യലോകത്തിന്റെ വെളുത്ത പക്ഷം കൊണ്ടാണ്, ആ വെളുത്ത കാലുകൾ കൊണ്ടാണ് ഈ ശോകത്തെ മാറ്റുന്നത്. അതെ, ആ അശോക ചക്രത്തിന്റെ, അതായത് ചന്ദ്രന്റെ 12 കറുത്ത കാലും 12 വെളുത്ത കാലും ചേർന്ന അശോക ചക്രമാണ് കാലചക്രം. അപ്പൊ അവിടെ 27 വിദൂരത്തിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾക്ക് എന്താ റോള്? ഈ 27 നക്ഷത്രങ്ങൾ ഭൂമിയിൽ ജനന കാരണ ശക്തിയായിട്ട് സ്വാധീനിക്കുന്നത് 12 മണിക്കൂർ സൂര്യന്റെ വെളിച്ചമില്ലാതെയാണ് പ്രപഞ്ചം മുന്നോട്ട് പോകുന്നത്. ആ സമയത്ത് ജീവകാരണ ശക്തിയായിരിക്കുന്നത് ഈ നക്ഷത്രങ്ങളാണ്, ഈ നക്ഷത്രക്കൂട്ടങ്ങളാണ്. ആ നക്ഷത്രക്കൂട്ടങ്ങൾ ജീവനെ കൺട്രോൾ ചെയ്യുന്നത്, ഈ ഭൂമിയിൽ സ്വാധീനമാകുന്നത് ഉപഗ്രഹമായിരിക്കുന്ന ചന്ദ്രന്റെ പക്ഷത്ത് നിന്നാണ്. ചന്ദ്രനാണ് പതിഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ഒരു ആയുർവേദ ആചാര്യൻ, ആയുർവേദം ചികിത്സ, ഇപ്പോഴത്തെ കാലത്ത് ചികിത്സകൻ, വൈദ്യൻ, ഡോക്ടർ എന്നൊക്കെ പറയുന്ന ആള് ഈ പ്രകൃതി ശാസ്ത്രം ഭംഗിയായി പഠിച്ചിരിക്കണം അല്ലേ? തീർച്ചയായിട്ടും. അത് പഠിക്കാത്ത ഒരാളിന് ആയുർവേദം കൈകാര്യം ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ആയുർവേദം പഠിക്കുന്നത് തന്നെ പ്രകൃതിയെ പഠിക്കാനാണ് പറയുന്നത്, പ്രകൃതിയെ അറിഞ്ഞിട്ട്. അപ്പോൾ പ്രകൃതിയെ ചികിത്സിച്ചുകൊണ്ട് രോഗിയെ ചികിത്സിക്കണം. പ്രകൃതിയെ അറിയാതെ രോഗിയെ ചികിത്സിച്ചിട്ട് കാര്യമില്ല.